വടക്കൻ മലബാറിൻ്റെ ഏറ്റവും വലിയ അനുഷ്ഠാന കലയാണ് തെയ്യം. ഓരോ തെയ്യത്തിൻ്റെയും പിന്നിൽ മനോഹരമായ ഒരു കഥ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസമായി ഇവയെ ചേർത്ത് നിർത്തുമ്പോൾ അല്ലാത്തവർ ഇതിനെ ഒരു കലാരൂപമായി കണ്ട് ചേർത്തു നിർത്തുന്നു. ഏതു രൂപത്തിലായാലും മുഴുവൻ പേർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് വടക്കൻ മലബാറിൻ്റെ തെയ്യപ്പെരുമ. വീഡിയോയിൽ കാണുന്നത് കരിംഗുളികൻ്റെ വെള്ളാട്ടവും തെയ്യവുമാണ്. ഗുളികൻ്റെ കഥ നമുക്കൊന്നറിഞ്ഞു വരാം. താപസശ്രേഷ്ഠനായ മൃഗണ്ടു മഹർഷിക്കും പത്നി മുദ്രവതിക്കും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യമുണ്ടായില്ല. ഇതിൽ ദുഃഖിതരായ അവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. ഏറെ കാലത്തെ കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഇങ്ങനെ ചോദിച്ചു: എങ്ങനെയുള്ള മകനെ വേണം? 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒന്നിനും കൊള്ളാത്ത മകനെ വേണോ? എല്ലാം തികഞ്ഞ 16 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന മകനെ വേണോ? ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി. എങ്കിലും ഒന്നിനും കൊള്ളാത്ത ദീർഘായുസായിരിക്കുന്നതിലും നല്ലത് എല്ലാം തികഞ്ഞ് അല്പായുസായിരിക്കുന്നതാണെന്ന് അറിയാവുന്ന അവർ 16 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന മകനെ മതിയെന്ന് ശിവനോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് ലഭിച്ച മകനാണ് മാർക്കണ്ഡേയൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച് മിടുക്കനായി. മകന്റെ ഓരോ പിറന്നാളും സന്തോഷത്തിനു പകരം മാതാപിതാക്കൾക്ക് വേദനയാണ് സമ്മാനിച്ചത്. ഒടുവിൽ 16ാം പിറന്നാളും കഴിഞ്ഞു. മാർക്കണ്ഡേയന്റെ ആയുസിന്റെ അന്ത്യമെടുത്ത് വിവരമറിഞ്ഞ് കാലൻ പോത്തിന്റെ പുറത്തേറി പുറപ്പെട്ടു. ഈ സമയം മാർക്കണ്ഡേയൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് കാലൻ തൻ്റെ പിന്നാലെ വരുന്നത് അവൻ കണ്ടത്. ഇത് കണ്ട് ഭയപ്പെട്ട് മാർക്കണ്ഡേയൻ ശ്രീലകത്ത് കടന്ന് നാവാമുകുന്ദനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു: പടിഞ്ഞാറേ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ പോകുക. നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം. കാലൻ അടുത്തെത്തുന്നുവെന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പുറകിലേക്കെറിയുക. അങ്ങനെ പോയാൽ നിനക്ക് രക്ഷപ്പെടാം. തുടർന്ന് ഭഗവാൻ മാർക്കണ്ഡേയന് 12 കല്ലുകൾ സമ്മാനിച്ചു. പുറത്ത് കാലനെ കണ്ട ഭഗവാൻ ഉടനെ തൻ്റെ ശ്രീലകത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ഒരു വാതിലുണ്ടാക്കി. മാർക്കണ്ഡേയൻ അതിലൂടെ ഇറങ്ങി ഓടി. തുടർന്ന് അതടച്ചു. പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല. നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ഡേയൻ ചെയ്തു. കാലനടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. എന്നാൽ കല്ലുകൾ 12ഉം തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെത്തും മുൻപ് തീർന്നിരുന്നു. എങ്ങനെയോ ഓടി ഒടുവിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽമരം വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നു. വഴി ചുറ്റിവളഞ്ഞു പോയാൽ കാലൻ പിടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മാർക്കണ്ഡേയന് വഴിയുണ്ടാക്കാനായി പേരാൽമരം നടുക്കെ പിളർന്നു. തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ മാർക്കണ്ഡേയൻ അവിടുത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. കോപാക്രാന്തനായ കാലൻ അവന് നേരെ കാലപാശം നീട്ടിയെറിഞ്ഞു. മാർക്കണ്ഡേയനും ശിവലിംഗവും അതിൽ പെട്ടുപോയി. ശിവലിംഗവും മാർക്കണ്ഡേയനും മറിഞ്ഞു വീണു. തുടർന്ന് ശിവലിംഗത്തിൽ നിന്ന് സാക്ഷാൽ പരമശിവൻ തന്നെ ഉത്ഭവിച്ചു. കാലനും പരമശിവനും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ അവിടെയുണ്ടായി. ഒടുവിൽ തൻ്റെ 3ാം തൃക്കണ്ണ് തുറന്ന് ദേവൻ കാലനെ വധിച്ചു. തുടർന്ന് എന്നും 16 വയസ്സായിരിക്കട്ടെ എന്ന് ഭഗവാൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു. അങ്ങനെ കാലനില്ലാത്ത കാലങ്ങൾ കഴിഞ്ഞുപോയി. മരണമില്ലാത്ത കാലം തുടർന്നു പോകയാൽ ഭൂമിദേവിക്ക് ഭാരം സഹിക്കവയ്യാതെ പൊറുതിമുട്ടി. ദേവീദേവന്മാരോട് ഭൂമിദേവി പരാതി പറഞ്ഞു. അവർ മഹാദേവനോടും. അതിനൊരു പരിഹാരമെന്നോണം പെരുവിരൽ ഭൂമിയിലേക്ക് അമർത്തിയ മഹാദേവന്റെ ഇടതു തൃക്കാൽ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് ഗുളികൻ അവതരിച്ചു. തൃശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ ഭൂമിയിലേക്ക് അയച്ചു. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമശിവന്റെ ഇടതു തൃക്കാലിൽ നിന്ന് പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനായ ഗുളികന് പുറംകാലൻ, കാലൻ, അന്തകൻ, യമൻ, കാലാന്തകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മാരണഗുളികൻ, കരിങ്കുളികൻ, കാലഗുളികൻ, മന്ത്രഗുളികൻ,
ചൗക്കാർ ഗുളികൻ, രക്തഗുളികൻ, സ്ഥാനഗുളികൻ, ജപഗുളികൻ, കാരഗുളികൻ, ഉമ്മട്ട ഗുളികൻ, കുട്ടിഗുളികൻ, മൃത്യുഗുളികൻ, വിഷ്ണുഗുളികൻ, രാഹുഗുളികൻ, പാതിരാഗുളികൻ എന്നിങ്ങനെ 101 ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഗുളികൻ തെയ്യം കെട്ടിയാടുന്നത്. മട്ടന്നൂർ വള്ളിയോട്ടുചാൽ ശ്രീ ഭദ്രകാളി കലശസ്ഥാനത്ത് കെട്ടിയാടിയ കരിങ്കുളികന്റെ വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.